ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. ഈ ഭാഗം ക്ലേശിതർക്ക് ആശ്വാസം അല്ലെങ്കിൽ ആശ്രയം എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയിലൊക്കെ ആയിട്ട് നമ്മൾ ധ്യാനിച്ച അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനും ആകിയാൽ എന്നിൽ നിന്നും പഠിക്കുക, എന്നെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്നൊക്കെ പറയുന്ന ആ മനോഹരമായ ക്ഷണം, ഗുരുവിന്റെ ക്ഷണം നമ്മൾ വായിക്കുന്ന ഈ ഭാഗത്താണ്. അതിന് തൊട്ടു മുമ്പുള്ള 3 വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇവിടെ ഈശോ പറയുന്നൊരു വളരെ ശ്രദ്ധേയമായ, വളരെ ചലഞ്ചിങ് ആയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ്, വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്തുതികീർത്തനം ചൊല്ലുന്ന പോലെയാണ് ഈശോ ഇത് പറയുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതാണ് ഒരു പ്രാർത്ഥന എനിക്ക് പറയുക. ഈ ചുറ്റുപാട് നിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവരാണ് ബുദ്ധിമാന്മാർ. അവരുടെ ബുദ്ധി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ. ഞങ്ങളാണ് ഇതെല്ലാം പഠിപ്പിക്കേണ്ടത്. ഈ മരപ്പണിക്കാരൻ എന്ത് പഠിപ്പിക്കാനാണ് എന്നൊക്കെയുള്ള ധാരണയിലും അഹങ്കാരത്തിലുമൊക്കെ നിൽക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത്. അപ്പം ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് നന്ദി പറയുക ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഇവർക്കിതൊന്നും പിടികിട്ടിയിട്ടില്ല, ഇവർക്കൊന്നും പിടികിട്ടാൻ പോകുന്നുമില്ല. കാരണം ഇവര് പഠിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ അഹങ്കരിക്കുകയാണ്. നമ്മളിങ്ങനെ പല വിശുദ്ധന്മാരെയും കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് തിരുനാൾ ആചരിക്കുന്ന വിശുദ്ധ ബൊനവഞ്ചോറാണ്. ബൊനവഞ്ചോർ പറയുന്നുണ്ട്, ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു എന്ന് പറയുന്നൊരു വാക്യം അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ വാക്യമാണ്. ബൊനവഞ്ചോറെ ഗുഡ് ഫോർച്യൂൺ എന്ന് അസിസിയിലെ ഫ്രാൻസിസ് പേര് നൽകിയ വിശുദ്ധൻ, അന്തോനീസിന്റെ അഴുകാത്ത നാവ് കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ച വിശുദ്ധൻ ബൊനവഞ്ചോർ. അക്കിനോസിന്റെ ഉറ്റ കൂട്ടുകാരൻ. അക്കിനോസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കിനോസും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എന്ത് മനസ്സിലാക്കാനാ നിന്നെ, അങ്ങനെ മനസ്സിലാക്കാണ്ട് ശ്രമിച്ച് എനിക്ക് എൻ്റെ തലച്ചോറ് കൊണ്ട് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ നീ ദൈവമല്ലല്ലോ, നിന്റെ സൃഷ്ടവസ്തു മാത്രമായ നിന്റെ തലച്ചോറ് കൊണ്ട് നിന്നെ എന്ത് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞ് അക്വിനോസ് പിന്മാറുന്നുണ്ട്. അഗസ്റ്റിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ത്രിത്വമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ്, വലിയ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന വിശുദ്ധര് പോലും അവസാനം മുട്ടുമടക്കുക. ദേ ആർ റിയലൈസിങ് ദാറ്റ് നീലോളജി ഈസ് ബെറ്റർ ദാൻ തിയോളജി. മുട്ടുകുത്തി ശാസ്ത്രം ദൈവശാസ്ത്രത്തെക്കാൾ പ്രധാനപ്പെട്ടാണെന്നുള്ള തിരിച്ചറിവിലേക്കുള്ള ക്ഷണമാണ് ഈശോ ഈ സുവിശേഷവാദത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഈശോ പറയാണ്, നീ മുട്ടുകുത്തി എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ? എളിമപ്പെടാൻ തയ്യാറാണോ? ആ ഒരു ലാളിത്യത്തിലേക്കും ദൈവാശ്രയ ബോധത്തിലേക്കും വിശ്വാസത്തില് ശരണപ്പെട്ടുകൊണ്ടൊക്കെ നിനക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് പിടികിട്ടും കാര്യങ്ങളൊക്കെ. കാരണം ഇത് പറഞ്ഞിട്ട് അടുത്ത വരി ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവുള്ളം. ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ വിവേകികളിൽ മറച്ച് ശിശുക്കൾ പെടുത്തി എന്നാ പറയുന്നത്. എന്താണ് ഇക്കാര്യങ്ങൾ? ഇക്കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതേ പിതാവ്, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എന്റെ പിതാവിനെ പരിമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പുത്രനെയും പിതാവിനെയൊക്കെ അറിയാൻ പോകുന്നത് പുത്രൻ മനസ്സായി ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു അവർക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നു അവനും മാത്രമേ പിതാവിനെയും പുത്രനെയൊക്കെ പിടികിട്ടാൻ പോകുന്നുള്ളൂ. അതാര് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനെ പോലെ ശരണപ്പെടുന്ന, എളിമപ്പെടുന്ന വ്യക്തികൾക്ക്. ഞാൻ ബുദ്ധിമാനാണ്, വിവേകിയാണെന്ന് അഹങ്കരിക്കുന്നവന് യാതൊരു കാരണവശാലും ഇതൊന്നും പിടികിട്ടാൻ പോകുന്നില്ല. എളിമപ്പെടുന്നവന് ഇതൊക്കെ പിടികിട്ടും. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ശിരസ് നമിച്ച് നിൽക്കുന്ന ഏതൊരുവനും ഇത് പിടികിട്ടും. എൻ്റെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക, ദൈവശാസ്ത്രത്തിലൂടെയല്ല. ദൈവശാസ്ത്രം വേണ്ടെന്നല്ല, പക്ഷെ ദൈവശാസ്ത്രത്തിലൂടെ അല്ല നീ ദൈവത്തെ അനുഭവിക്കാൻ പോകുന്നത്. ദൈവത്തെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വരിക. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ജോൺ. അപ്പോസ്തലൻ യോഹന്നാനാണ് ഏറ്റവും ഉചിതമായൊരു ഉദാഹരണം. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ മാറിലൊരു കുഞ്ഞ് തല ചേർത്ത് വെച്ച് കിടക്കുന്നത് പോലെ കിടന്നു. അയാൾക്കെല്ലാം പിടികിട്ടി. അയാൾക്കാണ് വെളിപാട് വരെ കിട്ടിയത്. അയാൾക്കാണ് കുർബാന എന്തെന്ന് പിടികിട്ടിയത്. അയാൾക്കാണ് സ്നേഹം എന്താണെന്ന് പിടികിട്ടിയത്. അയാൾക്കെല്ലാം പിടികിട്ടി. അയാൾ പിന്നെ എളിമയുടെ ചുവടുവെപ്പിലൂടെ മാത്രമേ
ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഈ സുവിശേഷഭാഗം വായിക്കുമ്പോഴത്തേക്ക് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നീ പഠിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ല, നീ നിന്റെ ഹൃദയം ചേർത്ത് വെക്കുന്ന അളവിലാണ് നിനക്ക് ദൈവത്തെ പിടികിട്ടാൻ പോകുന്നത്. എത്ര യുക്തി കൊണ്ട് അന്വേഷണം നടത്തിയിട്ടും കാര്യമില്ല. നമ്മുടെ ഇങ്ങനെ യുവജനങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ട് ഗൂഗിളിൽ തപ്പിയും AI വഴി അന്വേഷിച്ചും ഒക്കെ ദൈവം ആര്, ദൈവം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇരുട്ടിൽ തപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒറ്റ വെളിച്ചമേ ഉള്ളൂ ഈ ഇരുട്ട് മാറാനായിട്ട്, സ്നേഹമാണ്. ദൈവത്തെ നീ ഏതളവിൽ സ്നേഹിക്കുന്നുണ്ട് ആ അളവിൽ നിനക്ക് ദൈവത്തെ പിടികിട്ടും, നിനക്ക് ദൈവത്തെ ആസ്വദിക്കാൻ സാധിക്കും. ഇതാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഇതിന് തുടർന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അധ്വാനിക്കുന്നതും ഭാരം വഹിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും എൻ്റെ ഒരിക്കലും വരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നേഹം തന്നെയാണ്. സ്നേഹത്തിൽ നീ ആശ്വാസം കണ്ടെത്തും. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ്. ഇങ്ങനെ തലച്ചോറ് കൊണ്ട് തിരയേണ്ട ഒരാളല്ല ദൈവം, ഹൃദയം കൊണ്ട് തിരയേണ്ട ഒരാളാണ് ദൈവം. തലച്ചോറ് കൊണ്ട് തിരയുമ്പോൾ നമുക്ക് കുറെ അതിൻ്റെ ഒരു തത്വങ്ങളൊക്കെ പിടികിട്ടിന്നിരിക്കും. ആ തത്വങ്ങൾ ഒരിക്കലും ആസ്വാദനമാകത്തില്ല, അനുഭവമാകത്തില്ല. ആസ്വാദനവും അനുഭവവും ഒക്കെ ആയിട്ട് ദൈവം മാറണമെന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് തിരയണം, സ്നേഹം കൊണ്ട് തിരയണം. സ്നേഹത്തിലൂടെ തനിക്ക് ചുറ്റുമുള്ളവരെ, തന്നോട് ഇടപെടുന്നവരെ ഒക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോയി അവരിലൊക്കെ ദൈവത്തെ കണ്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ പിടികിട്ടും. ആ സ്നേഹം ഒറ്റ ടൂൾ എന്ന് പറയുന്നത്. ഒരൊറ്റ ടൂള് വഴി മാത്രമേ ദൈവത്തെ പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ സ്പെക്സ് എന്ന് പറയാം. ഇങ്ങനെ ആ ഒരു കണ്ണാടി, സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ കണ്ണാടി കൊണ്ട് നോക്കിയാൽ മാത്രമേ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈസ് ഇൻവിസിബിൾ. പക്ഷെ സ്നേഹത്തിന്റെ ഒരു കണ്ണാടി വെച്ചിട്ട് നോക്കിയാൽ ആളെ പിടികിട്ടും. ആ കണ്ണാടി എടുത്ത് വെക്കാതെ മറ്റ് ഈ അറിവ്, യുക്തി എന്നൊക്കെ പറയപ്പെടുന്ന കണ്ണാടികളൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദൈവത്തെ പിടികിട്ടാൻ പോകുന്നില്ല. സ്നേഹത്തിന്റെ കണ്ണാടി വെച്ച് നോക്കാം, ദൈവത്തെ പിടികിട്ടും. സഹോദരനുള്ളിലെ ദൈവത്തെ പിടികിട്ടും, സഹജീവിക്കുള്ളിലെ ദൈവത്തെ പിടികിട്ടും. അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈശോ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ വിവേകികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒക്കെ മറച്ചു വെച്ച, അങ്ങനെ പറയുന്നത്, മറച്ചു വെച്ച ആ സത്യം, ആ കാര്യം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കിട്ടും. അതുകൊണ്ട് ശിശുവായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.